ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേരും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്നുണ്ടാവും അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ഇത് കേൾക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവുമെന്ന്. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവരൊക്കെ എന്തിനെങ്ങനെ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നത്? അവർക്ക് രക്ഷിതാക്കളോട് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സുകളുണ്ടാവില്ല അവരോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഈ അടുത്ത കാലത്തായി നിത്യേന എന്നോണം കണ്ടുവരുന്ന ആത്മഹത്യകൾ, കല്യാണം കഴിഞ്ഞ ഭർത്തൃമതികളായ സ്ത്രീകളുടെ ആത്മഹത്യാ വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണിത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവരൊന്നും ആരോടൊന്നും പറയാതിരുന്നിട്ട് ഒരു ദിവസം പോയി ജീവിതം അവസാനിപ്പിക്കുന്നതാണെന്ന്? അല്ല, കഴിവിൻ്റെ പരമാവധി സ്വയം പരിഹരിക്കാൻ നോക്കി പല പ്രാവശ്യം രക്ഷിതാക്കളോട് പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഇനിയും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നലിൽ നിന്നുണ്ടാവുന്നതാവും ഈ ജീവിതം സ്വയം അവസാനിപ്പിക്കലെന്ന മണ്ടത്തരം എന്ന് ഈ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? അല്ലേ? അങ്ങനെ പറയാനുള്ള കാരണത്തിലേക്ക് വരാം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വർദ്ധിച്ചു വരുന്ന ഈ ആത്മഹത്യയുടെ കാരണങ്ങളും അതൊഴിവാക്കാൻ ഭാര്യയ്ക്കും ഭർത്താവിനും എന്ത് ചെയ്യാൻ പറ്റുമെന്നും രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും സമൂഹത്തിന് എന്ത് ഇടപെടൽ നടത്താൻ പറ്റും എന്നൊക്കെയാണ്. വീഡിയോ അവസാനം വരെ കാണുക. ഒരാളെയെങ്കിലും നിങ്ങൾക്ക് ആത്മഹത്യയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയെങ്കിലോ? നമ്മൾ ഈ അടുത്ത കാലത്ത് ഗൾഫിൽ തന്നെ നടന്ന ചില സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട അതുല്യ ഒരു 33 വയസ്സായിട്ടുള്ളൂ, വിദ്യാസമ്പന്ന. ജോലി കിട്ടിയിട്ട് ആദ്യമായി ജോലിക്ക് പോകേണ്ട ദിവസമാണ്, അതും അവരുടെ പിറന്നാളിൻ്റെ അന്നാണ് അവരെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതുല്യയുടെ വീട്ടുകാരും ഭർത്താവും മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പുറത്തു വന്ന അതുല്യത്തിൻ്റെ അടുത്ത വീഡിയോകളും ചിത്രങ്ങളും അവർ എത്രത്തോളം പീഡനം ഭർത്താവായ സതീഷിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നു. നാർസിസ്റ്റായ സതീഷിൽ നിന്നും എത്രത്തോളം അവർ അനുഭവിച്ചുവെന്ന് അവർ കൂട്ടുകാരികൾക്ക് അയച്ച വോയിസ് മെസ്സേജുകളിലും അയച്ച ഫോട്ടോകളിൽ നിന്നുമൊക്കെ നമുക്ക് പൊതുസമൂഹത്തിന് മനസ്സിലായി. അതിനു മുന്നേ നമ്മൾ കേട്ടിരുന്നു വിഭജികയുടെ ആത്മഹത്യ. ഇവർ 1.5 വയസ്സുള്ള മകളെ കൊന്ന ശേഷം വിഭജിക്കുകയും ജീവിതം അവസാനിപ്പിച്ചത് UAE-ൽ. ഭർത്താവായ നിതീഷിൽ നിന്നും നിതീഷിൻ്റെ സഹോദരി, പിതാവ് എന്നിവരിൽ നിന്നും ഏറ്റ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഒടുവിലാണ് വിഭജിക ജീവിതം അവസാനിപ്പിച്ചത്. ഈ കാര്യങ്ങളൊക്കെ വിശദമായി അവർ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു. അതിനു മുന്നേ 2024 ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഇൻഫ്ലുവൻസറായ ഷാനിഫ ബാബു പുജിയറയിൽ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ചു. മരിക്കുമ്പോൾ ഷാനിഫയുടെ ഉമ്മ 2 പെൺമക്കളൊക്കെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. അതിനു മുന്നേ 2022 യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും ആൽബത്തിലേക്ക് അഭിനയിച്ച ആളുമായിരുന്ന റിഫ മെഹ്നു ദുബായിൽ ആത്മഹത്യ ചെയ്തു. സംഭവത്തിന് 1 മാസം മുന്നെയാണ് അവർ ഭർത്താവിനൊപ്പം ദുബായിലെത്തിയത്. അങ്ങനെ ലിസ്റ്റ് എടുത്താൽ ഒരുപാട് സ്ത്രീകൾ, ഭാര്യമാർ ഈ അടുത്ത കാലത്തെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് വിദേശത്തെ കണക്കാണെങ്കിൽ ഇതിൽ ഇരട്ടി നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലവസാനത്തെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പുഴയിൽ ചാടി മരിച്ച കണ്ണൂരിലെ റീമയും ഇന്നലെ ആത്മഹത്യ ചെയ്ത ആലത്തൂർ സ്വദേശി നേഗയും. പിന്നെ വിസ്മയ, ഷഹന, ഉത്തര, മോഫിയ, ആ പേരുകൾ നീണ്ടുപോവുകയാണ്. ഈ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് സ്ത്രീധന പീഡനങ്ങൾ. സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തു നിന്നും പീഡനം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്താണ് ഇത്തരത്തിലുള്ള സ്ത്രീധന പീഡനങ്ങളും അത് കാരണമുള്ള ആത്മഹത്യകൾ നടക്കുന്നത് എന്നോർക്കണം. കയ്യിലുള്ളതെല്ലാം വിറ്റും പണയം വെച്ചും കടം വാങ്ങിയും ഒക്കെ ആവും ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കളെ കെട്ടിച്ചു വിടുന്നത്. എന്നാലും ചില ഭർത്താക്കന്മാരും അവരുടെ ബന്ധുക്കളും കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ എങ്ങനെ ആ കുട്ടിയുടെ വീടിൻ്റെ അസ്ഥിവാരം വരെ മാന്തിക്കൊണ്ടുവരാമെന്ന ചിന്തയിലാവും കല്യാണം ആലോചിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ സ്വർണം കൊണ്ട് പെങ്ങളെ കെട്ടിക്കാം, അല്ലെങ്കിൽ വീടുണ്ടാക്കിയ കടം വീട്ടാം, അതും അല്ലെങ്കിൽ അത് വിറ്റിട്ട് പണ്ടൊക്കെ വിറ്റിട്ട് ഗൾഫിൽ പോവാം. അങ്ങനെ ചിന്തിച്ചിട്ട് അവസാനം കല്യാണം കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ലെങ്കിൽ പിന്നെ ആദ്യം സംസാരമാവും, കുത്തുവാക്കുകളായി, പിന്നെ പീഡനമായി. ഇതൊക്കെ പെൺകുട്ടി അവളുടെ വീട്ടിൽ പോയി പറഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം മാക്സിമം കടം വാങ്ങിയിട്ടാവും കല്യാണം തന്നെ നടത്തിയിട്ടുണ്ടാവുക. ആ കടം ഇതുവരെ വീട്ടിയിട്ടുണ്ടാവില്ല. ഒരു രീതിയിലും ചോദിക്കുന്നത് കിട്ടില്ല എന്ന് കാണുമ്പോൾ ദേഹോപദ്രവവും പട്ടിണിക്കിടയിലും പാമ്പിനെ കൊണ്ട് കടുപ്പിക്കലും കൊന്ന് കെട്ടിത്തൂക്കാനൊക്കെ അവർ മടിക്കില്ല. അവർ കൊന്നിട്ടില്ലെങ്കിൽ ഈ അപമാനവും ഉപദ്രവവും സഹിക്കാൻ വയ്യാതെ ചില പെൺകുട്ടികൾ ജീവിതം അവസാനിപ്പിക്കും. എന്തിനാണ് മരിക്കുന്നത്? ജീവിച്ച് കാണിച്ചുകൂടായിരുന്നോ എന്ന് നമ്മളടക്കമുള്ളവർ ചോദിക്കും. ഇതെല്ലാം സഹിച്ച് ഇനി നിവൃത്തിയില്ലാതെ തന്നെ ആവശ്യമില്ലാത്ത തനിക്കൊരു വിലയും തരാത്ത ഇടങ്ങൾ ഉപേക്ഷിക്കാൻ പെൺകുട്ടികൾ തയ്യാറായാൽ നമ്മളടക്കമുള്ളവർ അത് അടിച്ചമർത്തല്ലേ ചെയ്യുക. ഒരു കുടുംബമായാൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അങ്ങനെ അവർ പറയുന്നതൊക്കെ നിസ്സാരവൽക്കരിക്കുകയല്ലേ നമ്മൾ ചെയ്യുക. ഇനി അങ്ങനെ ഒരു കുട്ടി വീട്ടിൽ വന്ന് നിന്നാൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന, പരിഹാസ ചിരിയിരിക്കുന്ന ബന്ധുക്കളും അയൽവാസികളും ഒക്കെ അല്ലേ നമുക്ക് ചുറ്റുമുള്ളത്.
ചില സമയങ്ങളിൽ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് കിട്ടാതെ ഇനി എന്ത് എന്നറിയാതെ ജീവിതം അവസാനിപ്പിച്ചവരും നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുണ്ട്. ഇതിനൊക്കെയാണ് മാറ്റം വരേണ്ടത്. മാറ്റം തുടങ്ങേണ്ടത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്, പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് അയക്കരുതെന്നാണ്. പഠിപ്പിക്കാൻ പറ്റുന്നവരെ പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെ ഇടം ആക്കി കൊടുക്കുക. പല പെൺകുട്ടികളും എല്ലാം സഹിച്ചു നിൽക്കുന്നത് താൻ ഇനി വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യത ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ജോലി ഉണ്ടെങ്കിൽ ആ പേടി അവൾക്കുണ്ടാവില്ല. ശരിയല്ലേ? ഇനി മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചാലും ബാധ്യത തീർന്നു എന്ന് കരുതുക അല്ല വേണ്ടത്. അവരുടെ കാര്യങ്ങൾ ഇടയ്ക്ക് പോയി അന്വേഷിക്കുക. എന്തും തുറന്നു പറയാനുള്ള അവസരം, സ്വാതന്ത്ര്യം അവൾക്ക് കൊടുക്കുക. നാട്ടുകാരുടെയും ബന്ധുക്കളെയും പേടിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന പഴയ ചിന്ത ഒഴിവാക്കുക. സഹിക്കാൻ പറ്റാത്തൊരു ബന്ധത്തിൽ നിന്നും ആ ഇടങ്ങളിൽ നിന്നും മോചനം തേടി വീട്ടിലെത്തി നിൽക്കുന്നത് നാണക്കേട് ആണ് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. നീ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് പറയണമെന്നും നിനക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നും പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ 10-20-25 കൊല്ലക്കാലം നോക്കി വളർത്തിയൊരു മോളെ കണ്ട വീട്ടുകാർക്ക് ഉപദ്രവിക്കാനും കൊല്ലാനും വിട്ടുകൊടുക്കാനും കഴിയുക? എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അവർക്കൊരു പനി വന്നാൽ കൂടെ എനിക്ക് പേടിയാണ്, ഒരു മനസ്സമാനക്കേടാണ്. അത് മാറുന്നത് വരെ എല്ലാവർക്കും അങ്ങനെ തന്നെയാകും. അങ്ങനെ നോക്കി വളർത്തിയൊരു മോളെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് കൊല്ലാനിട്ട് കൊടുക്കുന്നത്, അല്ലേ? ഇനി പെൺകുട്ടികളോടാണ്. ഒരു അബ്യൂസീവായ ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഒരിക്കലും ഒരു കുറച്ചിലല്ല. നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കാലങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാൻ. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ലെസണ്, ഒരു ചാപ്റ്റർ മാത്രമാണെന്ന് കരുതാം. ഇനിയും പേജുകൾ മറിക്കുമ്പോൾ ഒരുപാട് മനോഹരങ്ങളായ കഥകൾ, മനോഹരങ്ങളായ പേജുകൾ നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട്. അല്ലാതെ ഒരു ചാപ്റ്റർ മോശമായെന്ന് വെച്ച് ബുക്ക് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും മാത്രമാണ് നഷ്ടം. ഒരാളെ മാത്രം കണ്ടിട്ടല്ല ദൈവം ലോകത്ത് ആരും സൃഷ്ടിച്ചത്. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയേക്കാൾ കൂടുതലായി നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വത്തിനെ മോഹിക്കുന്നവരോട്, നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു വിലയും തരാത്തവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുക. നമ്മുടെ സമൂഹമാണ് ആദ്യമൊക്കെ കുറ്റപ്പെടുത്തലുകളും പരിഹാസചിരികളും ഒക്കെ ഉണ്ടാകും. കാര്യമാക്കണ്ട, ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, വിശ്വസിക്കുക. നിങ്ങളെന്ന വ്യക്തിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തു തീർക്കാനുള്ളത് മനസ്സിലാക്കുക. ശാരീരികമായി മർദ്ദിക്കുന്നത്, ഉപദ്രവിക്കുന്നത് മാത്രമല്ല പീഡനം. ഇനി പറയാൻ പോകുന്നതൊക്കെ പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. വാക്കാലുള്ള അധിക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ, ഭീഷണികൾ, പിന്നെ ഇമോഷണൽ മാനിപ്പുലേഷൻ, വൈകാരിക കൃത്രിമത്വം എന്നൊക്കെ പറയാം. ചില നാർസിസ്റ്റായ ആളുകൾ ചില സമയത്ത് ക്രൂരമായ അവളെ ഉപദ്രവിക്കുകയും കുറച്ച് കഴിഞ്ഞ് അതിനൊക്കെ മാപ്പ് പറഞ്ഞു വന്ന് കരഞ്ഞ് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും. നാർസിസ്റ്റുകളെ പറ്റിയൊരു വീഡിയോ ഉടനെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അടുത്താണ് ലൈംഗിക അതിക്രമം. ആരോഗ്യപരമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾക്ക് നിർബന്ധിക്കൽ. പിന്നെ സ്ത്രീധനം ആവശ്യപ്പെടുക, കിട്ടിയത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക. ഇതും ഒരു പീഡനമാണ്. അടുത്തത് അവളെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുക. സംശയം, ജോലിക്ക് പോകാൻ സമ്മതിക്കാതിരിക്കുക, ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുക, കൂട്ടുകാരോടും ചില ബന്ധുക്കളോടും സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇതൊക്കെ സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് പറയുമെങ്കിലും അതൊക്കെ ഒരു തരത്തിലുള്ള പീഡനം തന്നെയാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ ആവർത്തിച്ച് സംഭവിച്ചാൽ അത് നിയമപരമായി ഗാർഹിക പീഡനമാണ്. ഉടൻ തന്നെ വീട്ടുകാരെയോ രക്ഷിതാക്കളെയോ വിവരം അറിയിക്കുക. ജീവന് ഭീഷണിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എമർജൻസി നമ്പറുകളിൽ വിളിക്കുക. ഉടൻ തന്നെ അവിടെ വിട്ട് ഇറങ്ങുക. സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇടങ്ങളിലേക്ക് മാറുക. അത് ബന്ധു വീടുകളോ സുഹൃത്തുക്കളുടെ വീടുകളോ ആവാം. അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും തുടർന്നും സ്ത്രീകൾക്ക് സപ്പോർട്ട് തരുന്ന അത്യാവശ്യ നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിയമപരമായി ചെയ്യാൻ പറ്റുന്നത് ഗാർഹിക പീഡന പരാതി ഫയൽ ചെയ്യാം. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള 2005 പ്രൊട്ടക്ഷൻ ഓഫ് വിമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് ഇനി പറയുന്ന സംരക്ഷണം കിട്ടും. പീഡിപ്പിക്കുന്ന ആളിൽ നിന്നുള്ള സംരക്ഷണം, സുരക്ഷിതമായിട്ട് ആ വീട്ടിൽ കഴിയാനുള്ള ഉറപ്പ്, അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിലേക്ക് മാറാനുള്ള സപ്പോർട്ട്, ഭർത്താവിൽ നിന്ന് മാസാമാസമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, പിന്നെ കുട്ടികളുടെ കസ്റ്റഡി. അത് താൽക്കാലികമായോ മുഴുവനായിട്ടോ സാഹചര്യം അനുസരിച്ച് കിട്ടും. എവിടെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, പ്രൊട്ടക്ഷൻ ഓഫീസർ, സാധാരണ ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വരിക, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതികളിൽ. അവൾക്ക് നിയമപരമായ വേർപിരിയൽ, ഡിവോഴ്സ് ആവശ്യപ്പെടാം. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരവും മുസ്ലിം വ്യക്തി നിയമം പ്രകാരവും ക്രിസ്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരവും ക്രൂരതയുടെ പേരിൽ ഒരു സ്ത്രീക്ക് വിവാഹമോചനത്തിനുള്ള അർഹത ഉണ്ട്. അവൾക്ക് ഡിവോഴ്സ് കൂടാതെ സെക്ഷൻ 125 CRPC വെച്ച് നഷ്ടപരിഹാരം അല്ലെങ്കിൽ ജീവനാംശം ചോദിക്കാം. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കസ്റ്റഡി ചോദിക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ വഷളാവുന്നവരെ കാത്തിരിക്കരുത്. നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് കരുതി നിന്നാൽ പിന്നെ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. പിന്നെ ഇത്തരത്തിലുള്ള പീഡനം നടക്കുമ്പോൾ അത് സുരക്ഷിതമായിട്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കുക. ഫോട്ടോയോ വീഡിയോയോ വോയിസ് റെക്കോർഡിങ്ങോ ആയിട്ട്. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തെളിവായി മാറും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി എല്ലാം തുറന്നു പറയുക.
അത് സഹോദരങ്ങളോ കൂട്ടുകാരികളോ കസിൻസോ ആരും ആവാം. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരോടാണ് പറയാനുള്ളത്. ഒരു സ്ത്രീയെ ഉപദ്രവിച്ചത് കൊണ്ടോ അവൾ അടിച്ചത് കൊണ്ടോ അവൾ അപമാനിച്ചത് കൊണ്ടോ നിയന്ത്രിച്ചത് കൊണ്ടോ സ്ത്രീധനം ആവശ്യപ്പെട്ട് ബുദ്ധിമുട്ടിച്ചത് കൊണ്ടോ നിങ്ങൾ സ്ട്രോങ് ആണെന്ന് കരുതരുത്. തൻ്റെ അത്ര ഫിസിക്കലി സ്ട്രോങ് അല്ലാത്ത ഒരാളെ അടിച്ചമർത്തുന്നത് ഒരിക്കലും ആണത്തമല്ല. തിരിച്ചു കിട്ടില്ല എന്നറിയുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഉപദ്രവിക്കുന്നത്. നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങളെപ്പോലെ ശക്തനായ ഒരാളെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥന്മാരുമായി പ്രശ്നം ഉണ്ടാക്കുക? ഇല്ല. തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തും നിങ്ങൾ ശക്തി കാണിക്കില്ല. ഒന്ന് മനസ്സിലാക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തലല്ല, അടക്കി ഭരിക്കലല്ല. കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടമസ്ഥാവകാശം തരികയുമല്ല. നിങ്ങൾ ഭാര്യയ്ക്കെതിരെ ചെയ്യുന്ന ഓരോ പീഡനവും നിയമപരമായ ശിക്ഷാർഹമാണ്. ഭാര്യയ്ക്കെതിരെയുള്ള ക്രൂരതയ്ക്ക് 3 വർഷം വരെയാണ് തടവ്, IPC സെക്ഷൻ 498A. പിന്നെ ഗാർഹിക പീഡന നിരോധന നിയമം, തടവും പിഴയും നഷ്ടപരിഹാരവുമാണ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. പിന്നെ സ്ത്രീധനം ചോദിക്കുന്നതും അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നതും സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നത്, ചെയ്യുന്നത്? നിങ്ങൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതാണോ പാവം പെണ്ണിൻ്റെ മേലെ തീർക്കുന്നത്? നിങ്ങൾ അത്തരത്തിലുള്ള പീഡനം കണ്ടാണോ വളർന്നത്? അതുകൊണ്ടാണോ അതൊക്കെ നോർമലാണെന്ന് തോന്നുന്നത്? എന്ത് തന്നെ ആയാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഒരിക്കലും അത് നിങ്ങളുടെ ഭാര്യയുടെ നേരെ കാണിക്കരുത്. അവർ നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു കൗൺസിലറുടെയോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മനഃശാസ്ത്രമായ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് തേടുക. നിങ്ങൾ ഈ പെരുമാറ്റങ്ങളെ ന്യായീകരിക്കുന്നത് നിർത്തുക. പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാർ സ്ഥിരമായിട്ട് പറയുന്ന ചില മറുപടികളുണ്ട്. ചോദിച്ചാൽ അവളതെന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്, അല്ലെങ്കിൽ അത്ര വലിയ കാര്യമൊന്നുമല്ല, അതുമല്ലെങ്കിൽ അവളെൻ്റെ ഭാര്യയാണ്, എനിക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്രിയ സ്നേഹിത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചെന്ന് വെച്ച് നിങ്ങൾ അവരുടെ ഓണർഷിപ്പൊന്നും ആരും നിങ്ങൾക്ക് നൽകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. അതിനെക്കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസിന് പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഇനി സമൂഹത്തോടാണ് പറയാനുള്ളത്. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ കരയുന്നത് കേട്ടാൽ അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ മൂകസാക്ഷി ആവരുത്. അതിനെതിരെ പ്രതികരിക്കുക, ഇടപെടുക, അധികാരികളോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് റിപ്പോർട്ട് ചെയ്യുക. മൗനം പീഡിപ്പിക്കുന്ന ആളെ സംരക്ഷിക്കാൻ ഉപകരിക്കും. ആൺകുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാം, നിയന്ത്രിക്കാനല്ല. ഭാര്യ എന്ന് പറയുന്നത് നിങ്ങളെ പങ്കാളിയാണ്, അല്ലാതെ നിങ്ങൾ വേലക്കാരി അല്ല എന്ന് പഠിപ്പിക്കാം. പുരുഷത്വം എന്ന് പറയുന്നത് കൈൻഡ്നസ്, ദയയാണ്, അല്ലാതെ സ്ത്രീകൾക്ക് നേരെയുള്ള ആധിപത്യമല്ല എന്ന് പഠിപ്പിക്കുക. പിന്നെ സ്ത്രീകളെ കുറ്റപ്പെടുത്തി നിർത്തുക. കേട്ടിട്ടില്ലേ, അവളവനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കുടുംബമാകുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ അവളെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അതും അല്ലെങ്കിൽ അതൊക്കെ അവരുടെ കുടുംബ പ്രശ്നമാണ്, നമ്മൾ ഇടപെടാൻ നിൽക്കേണ്ട. ഇതൊക്കെ ടോക്സിക്കും അപകടകരവുമായ ചിന്തകളാണ്. ഒരു പീഡനം നടക്കുന്നത് ഒരിക്കലും ഇരയുടെ തെറ്റുകൊണ്ടല്ല. ഇരയെ ജഡ്ജ് ചെയ്യുന്നതിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് സമൂഹം മാറണം. പെൺകുട്ടികളെ നോ എന്ന് പറയാൻ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരണം. എന്ത് വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിർത്തണം. അവളെ അവളുടെ അവകാശങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തണം. അബ്യൂസീവായ ഒരു ബന്ധത്തിൽ നിന്നും ഏത് സമയവും പുറത്തിറങ്ങി വരാനുള്ള ധൈര്യം അവൾക്ക് കൊടുക്കണം. നീ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന് പറഞ്ഞ് അവളെ പീഡനങ്ങൾ സഹിച്ച് നിൽക്കാനുള്ള പ്രഷർ കൊടുക്കുന്നത് നിർത്തണം. ജോലി സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റെസിഡൻ്റ് അസോസിയേഷനിലും കുടുംബശ്രീ യൂണിറ്റുകളിലൊക്കെ സുരക്ഷിതമായ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. ഒരു സമൂഹത്തെ വിലയിരുത്തുന്നത് ആ സമൂഹം അതിലെ ശക്തരോടും സമ്പന്നരോടും എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ദുർബലരോടും എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഒരു സ്ത്രീ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ എതിർവശത്തുള്ള വ്യക്തിയുടെ ശക്തിയോ സമൂഹത്തിലെ സ്ഥാനമോ പരിഗണിക്കാതെ അവളുടെ ശബ്ദമായും ശക്തിയായും രക്ഷയായും മാറണം. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നുണ്ടാവും അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ഇത് കേൾക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും എന്ന്. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിൽ, സഹായം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പറുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ സേവ് ചെയ്ത് വയ്ക്കാം. ഇത് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കാം. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഹാപ്പി ആയിരിക്കാം.